ഈ വീഡിയോയിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പം ഇന്ന് നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ടെസ്റ്റ് റിക്വയേഴ്സ് ടു ഐഡൻറ്റിക്കൽ ട്രാൻസ്ഫോമേഴ്സ്? ഓപ്ഷൻസ് ഇതാണ്: SC ടെസ്റ്റ്, OC ടെസ്റ്റ്, പൊളാരിറ്റി ടെസ്റ്റ്, സംബേഴ്സ് ടെസ്റ്റ്. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റിന് വേണ്ട ഒരു ട്രാൻസ്ഫോമർ മതി. ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റിന് നമുക്ക് ഒരു ട്രാൻസ്ഫോമർ മതി. പൊളാരിറ്റി ടെസ്റ്റിനും ഒരു ട്രാൻസ്ഫോമർ മതി. അപ്പം സംബേഴ്സ് ടെസ്റ്റ് അല്ലെങ്കിൽ ബാക്ക് ടു ബാക്ക് ടെസ്റ്റിൽ നമുക്ക് 2 ട്രാൻസ്ഫോമർ റിക്വയർ ആണ്. അപ്പം ആൻസർ ഓപ്ഷൻ ഡി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ആൻ ഓട്ടോ ട്രാൻസ്ഫോമർ റിക്വയേഴ്സ് ഡാഷ് എക്സൈറ്റിംഗ് കറണ്ട് ദാൻ എ 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ ഓഫ് ദ സെയിം റേറ്റിംഗ്. അപ്പോൾ ഇതാണ് ഓട്ടോ ട്രാൻസ്ഫോമറിന് കാട്ടിലും എന്തുമാത്രം എക്സൈറ്റിംഗ് കറണ്ട് വേണ്ടി വരും 2 വൈൻഡിങ് ട്രാൻസ്ഫോമറിന്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഇതാണ്: ലാർജർ, സ്മോളർ, സെയിം. അപ്പം ആൻസർ ഓപ്ഷൻ ബി ആണ്. അപ്പോൾ കുറഞ്ഞ എക്സൈറ്റിംഗ് കറണ്ട് മാത്രമാണ് ഓട്ടോ ട്രാൻസ്ഫോമറിൽ ആവശ്യമായി വരുന്നുള്ളൂ. അടുത്ത ചോദ്യം ഇതാണ്: ഫോർ സിനുസോയിഡൽ അപ്ലൈഡ് വോൾട്ടേജ് മാഗ്നറ്റൈസിങ് കറണ്ട് വിൽ ബി. സിനുസോയിഡൽ അപ്ലൈഡ് വോൾട്ടേജിൽ മാഗ്നറ്റൈസിങ് കറണ്ട് എങ്ങനെയായിരിക്കും? ഓപ്ഷൻ എ സിനുസോയിഡൽ ഓൾവേസ്, ഓപ്ഷൻ ബി നോൺ സിനുസോയിഡൽ ഓൾവേസ്, ഓപ്ഷൻ സി സിനുസോയിഡൽ ഓർ നോൺ സിനുസോയിഡൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സാച്ചുറേഷൻ പോയിന്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ അബോവ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സിനുസോയിഡൽ ഓർ നോൺ സിനുസോയിഡൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സാച്ചുറേഷൻ പോയിന്റ്. അടുത്ത ചോദ്യം: ദ വോൾട്ടേജ് അപ്ലൈഡ് അറ്റ് ദ പ്രൈമറി വൈൻഡിങ് ഓഫ് ആൻ ഐഡിയൽ ട്രാൻസ്ഫോമർ അറ്റ് നോ ലോഡ് ഈസ് ബാലൻസ്ഡ് ബൈ. ഒരു ഐഡിയൽ ട്രാൻസ്ഫോമർ നോ ലോഡ് ആയിരിക്കുമ്പോൾ നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ എ ഇതാണ്: പ്രൈമറി ഇൻഡ്യൂസ്ഡ് EMF, ഓപ്ഷൻ ബി സെക്കൻഡറി ഇൻഡ്യൂസ്ഡ് EMF, ഓപ്ഷൻ സി സെക്കൻഡറി വോൾട്ടേജ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇപ്പം ആൻസർ എന്ന് പറയുന്നത് പ്രൈമറി ഇൻഡ്യൂസ്ഡ് EMF. കാരണം സെക്കൻഡറി സൈഡ് ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് പ്രൈമറിയിൽ മാത്രം ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നു. അടുത്ത ചോദ്യം ഇതാണ്: ഇഫ് 2 വൈൻഡിങ് ഓഫ് ദ 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ ആർ കണക്റ്റഡ് ഇൻ സീരീസ് ആൻഡ് അഡിറ്റീവ് പൊളാരിറ്റി വി ഗെറ്റ് എന്നുവെച്ചാൽ ഒരു 2 വൈൻഡിങ് ട്രാൻസ്ഫോമറിലെ 2 പ്രൈമറി വൈൻഡിങ് സെക്കൻഡറി വൈൻഡിങ് നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ അത് ഓട്ടോ ട്രാൻസ്ഫോമർ പോലെ ആക്കി കഴിഞ്ഞാൽ അത് എത്തരത്തിലുള്ള ഓട്ടോ ട്രാൻസ്ഫോമറാണ് ആയി മാറുന്നതെന്ന്? ഓപ്ഷൻ എ സ്റ്റെപ്പ് അപ്പ് ഓട്ടോ ട്രാൻസ്ഫോമർ, ഓപ്ഷൻ ബി സ്റ്റെപ്പ് ഡൗൺ ഓട്ടോ ട്രാൻസ്ഫോമർ, ഓപ്ഷൻ സി സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, ഓപ്ഷൻ ഡി സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. എന്തായാലും സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും അല്ല സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും ഇല്ല, കാരണം അത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓട്ടോ ട്രാൻസ്ഫോമറാണ് ആയി മാറുന്നത്. അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ഓട്ടോ ട്രാൻസ്ഫോമറാണോ സ്റ്റെപ്പ് ഡൗൺ ഓട്ടോ ട്രാൻസ്ഫോമറാണോ? അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സ്റ്റെപ്പ് അപ്പ് ഓട്ടോ ട്രാൻസ്ഫോമറാണ്. അടുത്ത ചോദ്യം ഇതാണ്: ദ ട്രാൻസ്ഫോമർ വൈൻഡിങ് ആർ ടാപ്ഡ് ഇൻ മിഡിൽ ബിക്കോസ്. ട്രാൻസ്ഫോമർ വൈൻഡിങ്ങിൻ്റെ മിഡിലിൽ നിന്ന് നമ്മൾ ടാപ്പ് ചെയ്യുന്നത് എന്തിനാണ്? ഓപ്ഷൻ എ ഇറ്റ്സ് എലിമിനേറ്റ് ആക്സിയൽ ഫോഴ്സ് ഓൺ ദ വൈൻഡിങ്സ്. വൈൻഡിങ്സിൻ്റെ ആക്സിയൽ ഫോഴ്സ് മാറ്റാനാണോ? ഇറ്റ് എലിമിനേറ്റ്സ് റേഡിയൽ ഫോഴ്സ് ഓൺ ദ വൈൻഡിങ്സിനിടയ്ക്കുള്ള റേഡിയൽ ഫോഴ്സ് മാറ്റാനാണോ? ഇറ്റ് റെഡ്യൂസ് ഇൻസുലേഷൻ റിക്വയർമെൻറ്റ് കുറയ്ക്കാനാണോ? നൺ ഓഫ് അബോവ്. അപ്പോൾ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സെൻറ്റർ പോയിന്റിൽ നിന്ന് എടുത്താൽ മാത്രമാണ് അതിൻ്റെ ഇപ്പം 2 സൈഡിലെയും കറണ്ട്, അതായത് 2 സൈഡിലും ഉണ്ടാകുന്ന 2 വൈൻഡിങ്ങിലും ഉണ്ടാകുന്ന ഫ്ലെക്സ് സെയിം അതിൽ. ഇപ്പം ഒരു സൈഡിലെ വൈൻഡിങ് ഇതാണ്, വേറെ സൈഡിലെ വൈൻഡിങ് ഇതാണെന്ന് വെച്ചാൽ ഒരു സൈഡിലെ വൈൻഡിങ് ഇങ്ങനെ അടുത്ത് ഇങ്ങനെ. അപ്പം സെൻറ്ററിൽ നിന്ന് നമ്മൾ ടാപ്പ് ചെയ്തെടുക്കുമല്ലോ, സെൻറ്ററിൽ നിന്ന് ടാപ്പ് ചെയ്തെടുക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഫ്ലെക്സ് ലിങ്കേജും ഇവിടെ ഉണ്ടാകുന്ന ഫ്ലെക്സ് ലിങ്കേജ് സെയിം ആകാൻ നേരത്ത് അത് ക്യാൻസലാകും. അപ്പോൾ അതിന് നമ്മൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്: ഫോർ ലാർജ് പവർ ട്രാൻസ്ഫോമർ ഇറ്റ് ഈസ് പ്രിഫറബിൾ ടു യൂസ്. ലാർജ് പവർ ട്രാൻസ്ഫോമറിൽ ഇതിലേതാണ് ഉപയോഗിക്കുന്നത്? റേഡിയേറ്റർ ടാങ്ക്, ട്യൂബ്ഡ് ടാങ്ക്സ്,
കൊറുഗേറ്റഡ് ടാങ്ക്സ്, ടാങ്ക് വിത്ത് സെപ്പറേറ്റ് കൂളേഴ്സ്. നമ്മൾ യൂസ് ചെയ്യുന്നത് ടാങ്ക് വിത്ത് സെപ്പറേറ്റ് കൂളേഴ്സാണ്. കാരണം ലാർജ് പവർ ട്രാൻസ്ഫോമറിൽ ഹീറ്റിംഗ് കൂടുതലായിരിക്കും. നമ്മുടെ സാധാരണ ഓയിൽ കൂളിംഗ് വെച്ച് മാത്രം പറ്റില്ല. അപ്പോൾ ഓയിൽ കൂളിൻ്റെ കൂടെ നമ്മൾ എയർ ഫോഴ്സ്ഡ് കൂളിംഗ് അല്ലെങ്കിൽ വാട്ടർ ഫോഴ്സ്ഡ് കൂളിംഗ് ഒക്കെ കൊടുക്കും. അതാണ് നമ്മൾ സെപ്പറേറ്റ് കൂളേഴ്സ് ഒന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പോൾ അടുത്ത ചോദ്യം, ദ കോർ ഇൻ എ ലാർജ് പവർ ട്രാൻസ്ഫോമർ ഈസ് ബിൽഡ് ഓഫ്. ലാർജ് പവർ ട്രാൻസ്ഫോമറിൻ്റെ കോർ ബിൽഡ് ചെയ്തിരിക്കുന്നത് എന്തുപയോഗിച്ചാണ്? ഓപ്ഷൻസ് ഇതാണ്: മൈൽഡ് സ്റ്റീല്, സിലിക്കൺ സ്റ്റീല്, ഫെറൈറ്റ്, കാസ്റ്റ്. നമ്മൾ നോർമലി ട്രാൻസ്ഫോമർ കോർ നിർമ്മിക്കുന്നത് സിലിക്കൺ സ്റ്റീൽ വെച്ചാണ്. പക്ഷേ ലാർജ് പവർ ട്രാൻസ്ഫോമറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫെറൈറ്റ് ആണ്. ആൻസർ ഫെറൈറ്റ്, ഓപ്ഷൻ സി. അടുത്ത ചോദ്യം ഇതാണ്: സിലിക്കൺ സ്റ്റീൽ ഈസ് പ്രിഫറബിൾ ഫോർ ട്രാൻസ്ഫോമർ കോർ ബിക്കോസ്. സിലിക്കൺ സ്റ്റീൽ ട്രാൻസ്ഫോമർ കോറായിട്ട് എടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഓപ്ഷൻസ് ഇതാണ്: ഇറ്റ് ഡിക്രീസ് ദ ടെൻസൈൽ സ്ട്രെങ്ത്, ഇറ്റ് റെഡ്യൂസ് റെസിസ്റ്റിവിറ്റി ഓഫ് ദ കോർ, ഇറ്റ് റെഡ്യൂസ് ബോത്ത് എഡി കറണ്ട് ലോസ് ആൻഡ് ഹിസ്റ്റെറിസിസ് ലോസ്. അപ്പോൾ നമുക്കറിയാം ട്രാൻസ്ഫോമർ ലോസസ് എന്ന് പറയുന്നത് എഡി കറണ്ട് ലോസും ഹിസ്റ്റെറിസിസ് ലോസും ആണ്. അപ്പം അത് എഡി കറണ്ട് ലോസും ഹിസ്റ്റെറിസിസ് ലോസും റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സിലിക്കൺ സ്റ്റീൽ തന്നെ ട്രാൻസ്ഫോമർ കോറായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ആൻസർ ഓപ്ഷൻ സി. അടുത്ത ചോദ്യം ഇതാണ്: ദ അയൺ കോർ ഈസ് എ ട്രാൻസ്ഫോമർ പ്രൊവൈഡ്സ് ഡാഷ് പാത്ത് ടു ദ മെയിൻ ഫ്ലെക്സ്. ട്രാൻസ്ഫോമർ കോറായിട്ട് യൂസ് ചെയ്യുന്ന അയൺ കോർ എന്തിനാണ് അവിടെ ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ എന്തിനാണ് കോർ യൂസ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. എന്തിനായിരിക്കും? ഓപ്ഷൻസ്: ഹൈ കണ്ടക്ടിവിറ്റി, ലോ റെസിസ്റ്റൻസ്, ഹൈ റിലക്റ്റൻസ്, ലോ റിലക്റ്റൻസ്. അപ്പം നമ്മൾ ട്രാൻസ്ഫോമർ കോർ കൊടുക്കുന്നതിന് എന്തിനു വേണ്ടിയാണ്? റിലക്റ്റൻസ് കുറയ്ക്കാനാണ്. അപ്പോൾ ഓപ്ഷൻ ഡി, ലോ. നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്: ദ ബെസ്റ്റ് മെത്തേഡ് ടു ഒബ്റ്റെയിൻ ദ എഫിഷ്യൻസി ഓഫ് ടു ഐഡൻറ്റിക്കൽ ട്രാൻസ്ഫോമേഴ്സ് അണ്ടർ ലോഡ് കണ്ടീഷൻ. ലോഡ് കണ്ടീഷനിൽ നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി കാണാനുള്ള, രണ്ട് ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി കാണാനുള്ള ബെസ്റ്റ് മെത്തേഡ് ഏതാണ്? ഓപ്ഷൻസ് ഇതാണ്: ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ്, ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ്, നോ ലോഡ് ടെസ്റ്റ്, ബാക്ക് ടു ബാക്ക് ടെസ്റ്റ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് ട്രാൻസ്ഫോമർ വെച്ചുള്ള ടെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും ബാക്ക് ടു ബാക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ സമ്പേഴ്സ് ടെസ്റ്റിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്തതെന്ന് പറയുന്നത് ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗീവ്സ് ദ ഹയസ്റ്റ് സെക്കൻഡറി വോൾട്ടേജ് ഫോർ ഗിവൺ പ്രൈമറി വോൾട്ടേജ്. നമുക്ക് ഒരു പ്രൈമറി വോൾട്ടേജ് എടുക്കുമ്പം മാക്സിമം സെക്കൻഡറി വോൾട്ടേജ് തരുന്നത് ഏത് തരത്തിലുള്ള കണക്ഷനിലാണ്? ഇപ്പോൾ സ്റ്റാർ ഡെൽറ്റ കണക്ഷനിലാണോ, ഡെൽറ്റ സ്റ്റാർ കണക്ഷനിലാണോ, സ്റ്റാർ സ്റ്റാർ കണക്ഷനിലാണോ, ഡെൽറ്റ കണക്ഷനിലാണോ? അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഡെൽറ്റ സ്റ്റാർ കണക്ഷനാണ്. ഡെൽറ്റ സ്റ്റാർ കണക്ഷൻ, അതായത് പ്രൈമറിയിൽ ഡെൽറ്റയും സെക്കൻഡറിയിൽ സ്റ്റാറും വരുന്ന കണക്ഷനാണ് കൂടുതൽ സെക്കൻഡറി വോൾട്ടേജ് നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: സ്റ്റാർ ട്രാൻസ്ഫോമർ വർക്ക്സ് സാറ്റിസ്ഫാക്ടറി വെൽ. സ്റ്റാർ ട്രാൻസ്ഫോമർ സാറ്റിസ്ഫാക്ടറി എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഓപ്ഷൻസ് ഇതാണ്: ലോഡ് ഈസ് ബാലൻസ്ഡ് ഉള്ളി, ലോഡ് ബാലൻസ് ചെയ്യുന്നുണ്ട്. ലോഡ് ഈസ് അൺബാലൻസ്ഡ് ഉള്ളി, ലോഡ് അൺബാലൻസ്ഡ് മാത്രം ചെയ്യുന്നുണ്ട്. ബാലൻസ്ഡ് ആസ് വെൽ ആസ് അൺബാലൻസ്ഡ്, ബാലൻസും ചെയ്യുന്നുണ്ട് അൺബാലൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൻസർ ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ലോഡ് ഈസ് ബാലൻസ്ഡ് ഉള്ളി. സ്റ്റാർ ട്രാൻസ്ഫോമർ ലോഡ് ബാലൻസ് മാത്രമേ ചെയ്യുന്നുള്ളൂ, അതുകൊണ്ടാണ് സാറ്റിസ്ഫാക്ടറി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് 3 phase കണക്ഷൻസ് ഓഫ് ട്രാൻസ്ഫോമർ ക്രിയേറ്റ് ഡിസ്റ്റർബൻസ് ഇൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഏത് തരത്തിലുള്ള 3 phase കണക്ഷൻ ഉള്ള ട്രാൻസ്ഫോമറാണ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നതെന്ന്? ഓപ്ഷൻസ് ഇതാണ്: ഡെൽറ്റ ഡെൽറ്റ, സ്റ്റാർ സ്റ്റാർ, ഡെൽറ്റ സ്റ്റാർ, സ്റ്റാർ ഡെൽറ്റ. ആൻസർ എന്ന് പറയുന്നത് സ്റ്റാർ സ്റ്റാർ ആണ്. സ്റ്റാർ കണക്ഷനാണ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് കണക്ഷൻസ് ഈസ് പ്രിഫറബിൾ ഫോർ 3 to 4 phase കൺവേർഷൻ? 3 to 2 phase എന്ന് വെച്ചാൽ 3 phase നിന്ന് 2 phase കൺവേർഷൻ നടത്തുന്നത് ഏത് തരത്തിലുള്ള ട്രാൻസ്ഫോമർ വെച്ചിട്ടാണ്? സ്കോട്ട് കണക്ഷൻ വെച്ചിട്ടാണോ, ഡബിൾ സ്കോട്ട് വെച്ചിട്ടാണോ, സ്റ്റാർ വെച്ചിട്ടാണോ, സ്റ്റാർ ഡബിൾ ഡെൽറ്റ വെച്ചിട്ടാണോ? അപ്പോൾ നമുക്കറിയാം സ്കോട്ട് കണക്ഷൻ വെച്ചിട്ടാണ് നമ്മളത് മാറ്റുന്നത്. സ്കോട്ട് കണക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ 3 phase ട്രാൻസ്ഫോമറിനെ 2 phase 3 phaseൽ നിന്ന് നമ്മൾ 2 phase ഉണ്ടാക്കുന്നത്. 3 phase കൊടുത്തിട്ട് 2 phase ആക്കുന്നത് സ്കോട്ട് കണക്ഷൻ വെച്ചിട്ടാണ്. അപ്പം
അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പം ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനപ്രദമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.